ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് നമുക്കൊരു ചീസി പിസ്സ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു 100 ml പാല് നമുക്കൊരു ബൗളിലേക്ക് ഒഴിക്കാം. ഒരു ചെറു ചൂട് പാല് വേണം കേട്ടോ, അല്ലെങ്കിൽ വെള്ളമായാലും കുഴപ്പമില്ല. ഞാനിവിടെ പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. നല്ല ചൂടുള്ള സ്ഥലത്താണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണും, തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ 1.5 ടേബിൾ സ്പൂണും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ക്ലൈമറ്റിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ അത് ആക്ടിവേറ്റ് ചെയ്യുന്നത്. നമുക്കതിലേക്കൊരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 10 മിനിറ്റ് വെക്കാം. ഇനി നമുക്ക് വേറൊരു ബൗളിൽ മാവ് കുഴക്കാനായിട്ട് വെക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 3 കപ്പ് മൈദപ്പൊടിയാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. എനിക്ക് 3 പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഒരു പിസ്സ ആണെങ്കിൽ 1 കപ്പ് 100 ml 1 കപ്പ് മൈദപ്പൊടി എടുത്താൽ മതി. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്കൊരു 3/4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇതിൽ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ നമുക്ക് ഒലീവ് ഓയിലാണെങ്കിലും 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. നമ്മൾ പൊങ്ങാനായിട്ട് വെച്ച ഈസ്റ്റ് കൂടി ഇതിൽ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഒരു 8 മിനിറ്റെങ്കിലും നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. കുഴ എത്രയും നന്നാവുന്നോ അത്രയും ഡോ നല്ല സോഫ്റ്റായിട്ടായിരിക്കും. ഇനി കുറച്ച് ഒലീവ് ഓയിൽ കൂടി 1 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അത് കുഴച്ച് വെക്കാം. ഇനി കയ്യിൽ കുറച്ച് എണ്ണ തടകി അതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കാം കേട്ടോ. അതൊരു ലിഡ് ഉപയോഗിച്ച് നമുക്ക് മൂടി വയ്ക്കാം. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 150 ഗ്രാംസ് ചിക്കൻ, ബോൺലെസ് ചിക്കന് നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി, അതൊക്കെ നമുക്ക് ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ഇടാം കേട്ടോ. പിന്നെ ഉപ്പ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച്, പിന്നെ കുറച്ച് ടർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി കൂടി ഇതിൽ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് മാറ്റി വെക്കാം. ഇതാ 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡോ ഒക്കെ നന്നായിട്ട് ട്രിപ്പിൾ സൈസ് ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അതിൻ്റെ എയർ ബബിൾസൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് നിർത്താതെ കുഴച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ പൊരിക്കാനായിട്ട് ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണേ. അത് പൊരിക്കാൻ വേണ്ടിയിട്ടാണ്. വേറെ വെളിച്ചെണ്ണ ഒന്നും ഇതിൽ ചേർക്കരുത് കേട്ടോ. ഇനി നമുക്ക് മാറ്റി വെച്ച നമ്മുടെ പിസ്സ ഡോ ഉണ്ടല്ലോ, അത് നമുക്ക് ഒരു
പിസ്സ പാനിലോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റീൽ പാത്രത്തിലോ എന്ത് പാനാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതിലേക്ക് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഡോ ഇതുപോലെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മളൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ കുത്തി കൊടുക്കാം കേട്ടോ. അത് പിസ്സ സോസൊക്കെ അത് താഴേക്ക് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് പിസ്സ സോസ് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിസ്സ സോസ് ഉണ്ടാക്കുന്ന റെസിപ്പി ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണണേ. നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷണലാണ്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസും ചീസും എന്ത് വേണമെങ്കിലും നമുക്ക് പിസ്സയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ചിക്കൻ ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാപ്സിക്കവും തക്കാളിയും സവാളയാണ് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് യൂസ് ചെയ്യാം. ഒലീവ്സൊക്കെ യൂസ് ചെയ്യാൻ നല്ലതാണ്. ഫൈനലി നമുക്ക് മൊസറല്ല ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് കുറച്ചോ കൂടുതലോ എത്ര വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ അത്ര ചീസി ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറവാണ് ആഡ് ചെയ്തത്. കുറച്ചധികം ആഡ് ചെയ്താൽ അത്രയും ചീസി ആയിരിക്കും. നമുക്ക് പിസ്സയുടെ ഒരു സ്മെല്ല് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഓർഗാനോ ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓർഗാനോ സ്പ്രിങ്കിൾ ചെയ്ത് കഴിഞ്ഞാൽ പിസ്സ റെഡി ആവുന്ന ടൈമിൽ ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും കേട്ടോ. ഇനി നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒന്ന് വെച്ച് കൊടുക്കുക. 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റ്സ് എങ്കിലും ഇത് വെക്കണം. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുപോലെ അടിക്കട്ടിയുള്ള ഒരു ചട്ടി നമുക്ക് അടുപ്പിൽ വെച്ച് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു പാൻ വെച്ചിട്ട് ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് വേണം അതിനുള്ളിൽ നമുക്ക് പിസ്സയുടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്റ്റീൽ പാത്രം അതിൽ ഇറക്കി വെക്കണം. എന്നിട്ട് അത് നമുക്കൊരു ലിഡ് ഉപയോഗിച്ചിട്ട് മൂടി വയ്ക്കാം. ഒരു 30 മിനിറ്റ് ഇതും ഇതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇതാ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പിസ്സ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ലിഡ് വെച്ചിട്ട് മൂടി വെക്കാം ഒരു 5 മിനിറ്റ് കൂടി. ഇതാ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഈ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.